ലാലേട്ടൻ്റെ തുടരും ഒരുപാട് കാലം പെട്ടിയിൽ തുടരുമോ, തിയേറ്ററിലേക്ക് വരാൻ ഒരുപാട് കാലം എടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഏപ്രിൽ 25 ലാലേട്ടൻ്റെ തുടരും റിലീസാവുകയാണ്. ലാലേട്ടൻ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടൊപ്പം, അല്ലെങ്കിൽ ലാലേട്ടൻ ശോഭന ആ ഒരു കോംബോ എന്ന് പറയുന്നത് അതൊരു വികാരമാണ് നമുക്ക്. ഈ പറയുന്ന കോമ്പിനേഷനേക്കാളൊക്കെ എനിക്ക് ഒരുപക്ഷെ ഒരു പടി കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഇത് തരുൺ മൂർത്തി സിനിമയാണ് എന്നുള്ളതാണ്. കാരണം അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിനിമകൾ, അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമോഷണൽ ഡാമേജ് എന്നല്ല പറയുക, ഒരു ഇമോഷണൽ ഹുക്കുണ്ട്. അതങ്ങനെ വിട്ടുപോയിട്ടില്ല. സൗദി വെള്ളയ്ക്കാണെങ്കിലും ഒക്കെ എന്താണ് ആ മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാണ്. ആൻഡ് അദ്ദേഹം ഒരുക്കുന്ന പുതിയ സിനിമ തുടരും. അതിൻ്റെ ഒരു അറൈവൽ ടീസർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ ടീസർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കമലഹാസൻ, മമ്മൂട്ടി. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? ഞാൻ പറയാം. ഇത് ഞാൻ ട്രെയിലർ കണ്ടപ്പോ പറഞ്ഞ ശോഭനാമയാണോ ഡബ് ചെയ്ത്? അല്ല, പിന്നെ ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നൈസ് മാൻ, നൈസ്. ആ സാധനമൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ആ പഴയ പാട്ട് കേൾക്കുന്നത് ആൻഡ് ആ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ, അപ്പം ഇതിനു മുമ്പൊന്നും ടീച്ചറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട് എത്ര വലിയ ആളുകളുടെ ചന്തിപതിഞ്ഞ സീറ്റാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന കമലഹാസൻ, മമ്മൂട്ടി ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രോമാഞ്ചമാണ്. കാര്യം നമുക്ക് ഈ ലെജൻസൊക്കെ ഒരുമിച്ച് വെക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ഇതൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെ കാണിക്കും. അത് കാണുന്നതിലെ ഒരു കൗതുകം ഉണ്ടല്ലോ. പിന്നെ അത് നമ്മളെ കൊണ്ടുപോകുന്ന ചില ഓർമ്മകളും ഉണ്ടാവും. ഇവരുടെ ഈ പഴയ കാലഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കാണുമ്പോൾ പഴയ ചില സിനിമകളും ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടാവും. കൊള്ളാം ആ ഒരു നൊസ്റ്റാൾജിയ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാര്യാഭർത്തൃ കോമ്പിനേഷൻ ഉണ്ടല്ലോ, മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ, അതിൻ്റെ ഒരു വാംത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് അവരിത് ചെയ്തേക്കുന്നത്. പക്ഷേ ടീസർ കട്ടിൽ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബിറ്റ് തന്നെയാണിത്. താടി വെട്ടിയാൽ തട്ടും ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇന്ന് താടിയും കയറുന്ന യാർക്കട പ്രശ്നമെന്ന് ചോദിക്കുന്ന ആ സാധനം ഇതിന് മുമ്പത്തേതിലുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വിഷ്വൽസ് എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ആ പഴയ ഒരു 90s ട്രാക്കുകളൊക്കെ കേൾക്കുന്നത്, അവരവിടെ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ, സോ അവരുടെ ഒരു ശോഭനമായ പ്രണയകാലം എന്ന് പറയുന്നത് ഇന്ന വർഷമായിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് അത് തരുന്നത്. പിന്നെ ഇത് ഏത് പടമാണ്, ഇത് മറ്റേ ദൃശ്യം മോഡൽ ത്രില്ലർ പടമാണോ അതോ വേറെ എന്തെങ്കിലും ഒരു സാധനമാണോ എന്നൊക്കെയുള്ള ഡിസ്കഷൻസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിലർ അവർ ഇറക്കിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി നോക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള വകുപ്പ് അവർ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് സംശയമുള്ളതെന്ന് വെച്ചാൽ ശോഭന എന്താണ് വീട്ടിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതോ ഒരു സ്ഥലത്ത് ടീസർ ജസ്റ്റ് ഇങ്ങനെ നിർത്തി കണ്ടു നോക്കിയപ്പോൾ ഒരു അരിപ്പൊടി കണക്ഷൻ എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. അത് വെറുതെ തോന്നിയതാണോ എന്നറിയില്ല. ചാക്കുകളൊക്കെ ലാലേട്ടനെടുത്ത് ഇതിനകത്തേക്ക് വെക്കുന്നില്ല. ഒരു മില്ല് നടത്തുന്ന ആൾ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തോ ഒരു ചെറിയ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അത് ചിലപ്പം വെറും ഒരു തോന്നൽ മാത്രമായിരിക്കും. പക്ഷേ നല്ലൊരു ട്രെയിലർ പുറത്തിറക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാമായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഈ ടീസർ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ഭയങ്കര ഒരു വാം ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ വൈശാഖ സന്ധ്യ കേൾക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമ എങ്ങനെയാവും, എന്താകും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.